ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഈ ദേശനിവാസികൾക്കും വേഗത്തിൽ കടന്നു വരുന്ന നസറേനായ യേശുക്രിസ്തുവിന്റെ ദുസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഞങ്ങൾ ഈ ദേശനിവാസികളെ അറിയിക്കുകയാണ്. ചില നാളുകളായി ഈ പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭവനത്തിന്റെ അങ്കണത്തിൽ വെച്ച് നടത്തപ്പെടുന്ന ഈ പരസ്യയോഗ സന്ദേശയാത്രയിൽ ഈ ചെറിയ ഗ്രാമത്തിലും സുവിശേഷത്തിൽ കൂടെ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ലഭിച്ചിട്ടുള്ള അസുലഭമായ സന്ദർഭത്തെ ഓർത്ത് ഞങ്ങളുടെ കർത്താവിന് മഹത്വം കരയറ്റുകയാണ്. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ എന്നോ തങ്കച്ചന്റെ ഭവനാങ്കണത്തിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തുവിനെ ഉയർത്തുവാൻ അപ്പോൾ തന്നെ ഈ ദേശനിവാസികളോട് യേശുവിനെ അറിയിക്കുവാൻ ലഭ്യമായ സമയത്തിന് ആ ഭവനക്കാരോട് ഒരിക്കൽ കൂടെ നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഒരു കാലഘട്ടത്തില് സുവിശേഷത്തിന് വിരോധികളായി വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാം തലവേദനയായി ജീവിതം എങ്ങനെ മുൻപോട്ട് പോകണമെന്നറിയാതെ അർത്ഥശൂന്യമായ ജീവിതത്തിന്റെ അവസ്ഥകളിൽ കൂടെ കടന്നുപോയ ഒരു ജീവിതത്തിന്റെ പിന്നാമ്പുറം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. എങ്ങനെ ജീവിക്കും, ജീവിതം മുൻപോട്ട് നടത്തും, അടുത്തൊരു ചുവട് വെക്കുവാനില്ലാതെ ജീവിതത്തിന്റെ പ്രശ്നകലുഷിതമായ അനുഭവത്തിൽ കൂടെ ചവിട്ടി നിൽക്കുന്ന ഭൂമിയിലെ മണ്ണൊലിച്ചു പോകുന്നതിനുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോ ആരോരുമില്ലാതെ, ഒരു ദിശാബോധമില്ലാതെ വിശ്വസിച്ച മതങ്ങളോ ആശ്രയിച്ച ദൈവങ്ങളോ പ്രസംഗിച്ച രാഷ്ട്രീയ പ്രസംഗങ്ങളോ മതവിശ്വാസങ്ങൾക്കോ ഞങ്ങളെ സഹായിക്കാൻ കഴിയാതെ ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും എന്ന് പറഞ്ഞ യേശുക്രിസ്തുവിൽ കൂടെ, ആ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൂടെയുള്ള രക്ഷ ഞങ്ങൾക്കൊരു മാർഗദർശിയായി, ഒരു മാർഗദീപമായി ഇന്നലകളിലെ ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾക്ക് ശാപമേറിയ, രോഗമേറിയ തകർച്ചകൾ മാത്രം ജീവിതത്തിലുള്ള ഞങ്ങളുടെ ജീവിതത്തിന് അർത്ഥം തരുവാൻ യേശുക്രിസ്തു എന്ന നാമത്തിന് കഴിഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ആ യേശുക്രിസ്തുവിനെ ഉയർത്തുവാൻ, ആ യേശുവിന്റെ വക്താവായി തീരുവാൻ ഞങ്ങൾ തീരുമാനമെടുത്തത്. അന്വേഷിച്ചാൽ ഒരു ജോലി കിട്ടിയില്ലാഞ്ഞിട്ടല്ല. ചെറുപ്പക്കാരായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലിക്കുള്ള സാധ്യതകളൊക്കെ മുമ്പിലുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അതെല്ലാം മാറ്റിവെച്ചിട്ട് മുഴുസമയവും യേശുവിനെ ഉയർത്തുവാനുള്ള കാരണം എന്താന്ന് ചോദിച്ചാൽ, നാളുകളുടെ ജീവിതത്തിന്റെ ഭാവിയടഞ്ഞ് നാളുകളുടെ നീളകളിൽ തകർച്ച അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ മാനവജനതയ്ക്ക് വേണ്ടി ഇറങ്ങി വന്ന ഈ യേശുക്രിസ്തുവിനെ മനുഷ്യരുടെ മുമ്പിൽ വരച്ചു കാട്ടുവാൻ വിശുദ്ധ വേദപുസ്തകത്തിന്റെ വാക്യങ്ങൾ കടമെടുത്തു പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ നിങ്ങളുടെ മുൻപിൽ വരച്ചു കാട്ടുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന ഒരു ആത്മസംതൃപ്തിയും നിങ്ങൾക്ക് ലഭ്യമാകുന്ന രക്ഷയെക്കുറിച്ചും ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കുവാൻ ഈ തരുണത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. മാനവജനതയുടെ ആത്യന്തികമായ പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തികമല്ല.
സാമൂഹികമായിട്ടുള്ള ഏതെങ്കിലും പ്രശ്നങ്ങളല്ല, വിദ്യാഭ്യാസമല്ല. മനുഷ്യന്റെ അത്യന്തികമായ അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത് മനുഷ്യന്റെ ശരീരത്തിലെ രക്തത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന മാരകമായ പാപമെന്ന വിപത്താണ് മനുഷ്യനെ തകർച്ചയിലേക്കും ആത്മഹത്യയിലേക്കും കൊലപാതകത്തിലേക്കും കൊള്ളയടിയിലേക്കും പിടിച്ചുപറിയിലേക്കും ഒക്കെ മനുഷ്യനെ നടത്തുന്നത്. നമുക്കറിയാം, മദ്യനിരോധനം, ചാരായ നിരോധനം ആന്റണി കേരളം ഭരിച്ച കാലത്ത് വരുത്തിയതാണ്. പക്ഷെ എത്രയോ കാലങ്ങൾ പിന്നിട്ടിട്ട് അതിന്റെ ഉപയോഗം നമ്മുടെ കേരളത്തിൽ ഇല്ലാതെ വന്നില്ല. അടുത്ത പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയപ്പെടുന്ന ഒരു സംവിധാനം കൊണ്ടുവന്ന് കേരളത്തിൽ നിന്ന് പുകയില ഉൽപ്പന്നങ്ങൾ, മയക്കുമരുന്ന് ഇതെല്ലാം നിർമ്മാർജ്ജനം ചെയ്യുവാൻ വേണ്ടി അക്ഷീണം നമ്മുടെ കേരള ഗവൺമെന്റ് പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ 1.5 മാസം കൊണ്ട് നമ്മൾ അടുത്ത ദിവസത്തെ പത്രത്തിൽ വായിച്ചു 5500 പേരെ അറസ്റ്റ് ചെയ്തു. പക്ഷേ ഇവിടെ കൊണ്ട് തീരുന്നില്ല. ഇവിടെ മദ്യനിരോധനം കൊണ്ട് മാത്രമല്ല, മദ്യത്തെ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയുന്നത് പിൻവാതികളിൽ കൂടെ നാം അറിയാതെ നമ്മുടെ തലമുറകളിലേക്ക് അതെത്തപ്പെടുന്ന ഒരു സർവ്വസാധാരണമായ ഒരു അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിനകത്തുനിന്ന് മനുഷ്യനെ രക്ഷിക്കുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ഇത് ഉപയോഗിക്കാനുള്ള മനുഷ്യന്റെ ടെൻഡൻസി, അവന്റെ ആഗ്രഹം, അവന്റെ ഇന്റൻഷൻ, അവന്റെ ആഗ്രഹം അത് നിർത്തലാക്കണം. മദ്യം കുടിക്കുന്നില്ല, ലഹരി ഉപയോഗിക്കുന്നില്ല എന്ന് സ്വയമേവ നമ്മൾ തീരുമാനിച്ചെങ്കിൽ മാത്രമേ അതിനെ കേരളത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയുകയുള്ളൂ. അതെങ്ങനെ സാധ്യമാകും പ്രിയപ്പെട്ടവരെ? അത് സാധ്യമാകണമെങ്കിൽ നിങ്ങൾ യേശുക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിലേക്ക് വന്നെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഇത് മനുഷ്യനെ കഴിക്കാൻ, ഉപയോഗിക്കാൻ, മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രേരക ശക്തിയുണ്ട് മനുഷ്യ ശരീരത്തിൽ. അതിന്റെ പേരാണ് വിശുദ്ധ വേദപുസ്തകം കൊടുത്തിരിക്കുന്ന പാപം എന്ന് പറയുന്നത്. ആ പാപത്തിന് ശാശ്വതമായ പരിഹാരം വരുത്താത്തിടത്തോളം കാലം ഇത് കഴിക്കാനും ഉപയോഗിക്കാനും ഒക്കെ മനുഷ്യന്റെ ഉള്ളിൽ ഒരു ഇന്റൻഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു മദ്യപാനത്തിന്റെ അടിമയാണെങ്കിൽ, മദ്യത്തിന്റെ പിടിയിലാണ് നിങ്ങളുടെ കുടുംബമെങ്കിൽ, മദ്യത്തിന്റെ ആസക്തി നിങ്ങളുടെ കുടുംബത്തിന്റെ സമ്പത്തിന്റെയും ശരീരത്തിന്റെയും മേഖലകളെ തകർക്കുന്നെങ്കിൽ, നിങ്ങളുടെ തലമുറ വിദ്യാഭ്യാസം, അവിടെ സാമ്പത്തിക ഭദ്രതയും നശിക്കുന്നെങ്കിൽ, ഇതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. നിങ്ങൾ യേശുക്രിസ്തുവിനെ വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറാകണം. യേശുവിന് മാത്രമേ എല്ലാ പാപങ്ങൾക്കും പരിഹാരം വരുത്തുവാൻ കഴിയുള്ളൂ. ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കുലക്കളത്തിൽ മാനവജനതയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശുവിന്റെ പാപമില്ലാത്ത പരിശുദ്ധ രക്തം, ചങ്കിലെ ചോര, വിശുദ്ധ രക്തം ഊറ്റിത്തിരുമ്പോൾ ആ യേശുക്രിസ്തു എന്റെ പാപത്തിന് വേണ്ടിയാണ് കാൽവറിയിൽ മരിച്ചതെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറായാൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ പാപമെന്ന മഹാവിപത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് കഴിയും. അധികം ദീർഘിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് മാനവജനതയുടെ പാപത്തിന് പരിഹാരമായി യേശുവിന്റെ പാപമില്ലാത്ത രക്തം ആ കാൽവറി നിനക്ക് വേണ്ടി ഊറ്റപ്പെടുമ്പോൾ, യേശുവേ ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തിന് വേണ്ടി കാൽവറിയിൽ യേശു മരിച്ചു, ആ യേശുവിന് വേണ്ടി ജീവിക്കുവാൻ ഞാൻ എന്റെ ജീവിതത്തെ സമർപ്പിക്കുമെന്ന ഒരൊറ്റ വാക്കിൽ ലഘുവായൊരു പ്രാർത്ഥന നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നുകൊണ്ട് നിൽക്കുന്ന ഇടത്ത് വെച്ച് നിങ്ങൾ യേശുവിനെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായാൽ, നിങ്ങളുടെ പാപത്തെ പരിഹരിക്കാൻ മറ്റു യാതൊരു മാർഗവും നിങ്ങൾ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. പുണ്യസ്ഥല സന്ദർശനം നടത്തേണ്ട, പുണ്യനദി സ്നാനം നടത്തേണ്ട, മറ്റു കൂദാശകളോ കർമ്മങ്ങളോ കർമ്മകാണ്ഡങ്ങളോ നേർച്ചകളോ കാഴ്ചകളോ ഒന്നും നിങ്ങൾ അർപ്പിക്കേണ്ട, അർപ്പണങ്ങളോ ദർപ്പണങ്ങളോ ഒന്നും നടത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് ഈ പാപത്തിൽ മഹാവിപത്തിന്റെ കരത്തിൽ നിന്ന് വിടുവിക്കപ്പെടാൻ യേശുവെ നിനക്ക് മാത്രമേ കഴിയുള്ളൂ. യേശു എനിക്ക് വേണ്ടിയാണ് കാൽവറിയിൽ മരിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് വായി കൊണ്ട് ഏറ്റുപറയാൻ ഈ സായം സന്ധ്യ നിങ്ങൾ ഉപയോഗിച്ചാൽ ഒരു പുതിയ യുഗം, ഒരു പുതിയ ജീവിതം നിങ്ങൾക്ക് വേണ്ടി അടുത്ത നിമിഷങ്ങളിൽ തുറക്കപ്പെടുകയാണ്. കാൽവറിയുടെ കൊലക്കളത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ചരിത്രം ദൈവം കുറിക്കപ്പെടുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ, നിങ്ങളുടെ കുടുംബത്തിന്റെ, നിങ്ങളുടെ തലമുറയുടെ ചരിത്രത്തിന്റെ തുടക്കമായി മാറാൻ അത് സാധ്യമാകും. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ വളരെ
സായം സന്ധ്യയിൽ ഞങ്ങൾ വളരെ സാവധാനത്തോടെ വിനയത്തോടെ ഞങ്ങൾ വിളിച്ചു പറയുന്നു, ഈ യേശുവിനെയും യേശുവിന്റെ നാമത്തെയും നിങ്ങൾ നിഷേധിച്ച് അവഗണിച്ച് മുൻപോട്ട് പോകാതെ രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗമുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ആ യേശു ക്രിസ്തുവിന്റെ നാമത്തിലേക്ക് ആർദ്രവുമായി ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് അടുത്തൊരു പ്രഭാഷണത്തിന് വേണ്ടി കർത്താവിന്റെ ദാസൻ ജോസഫ് കുട്ടി പാസ്റ്ററെ ക്ഷണിക്കുന്നു. കർത്താവ് വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുള്ളിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ദൈവം മാനവരക്ഷയ്ക്കായി തന്നൊരു നാമമേ യേശു എന്നൊരു നാമമേ. ഭൂലോകങ്ങൾ മുട്ടുമടക്കും ഉന്നത നാമമേ യേശു എന്നൊരു നാമമേ. ദൈവം മാനവരക്ഷയ്ക്കായി തന്നൊരു നാമമേ, ഭൂലോകങ്ങൾ മുട്ടുമടക്കും ഉന്നത നാമമേ യേശു എന്നൊരു നാമമേ, യേശു എന്നൊരു നാമമേ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുള്ളിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. പറുദീസായിൽ ദൈവം തന്നൊരു രക്ഷാവാഗ്ദാനം യേശുനാഥനല്ലയോ. ഭൂലോകങ്ങൾ മുട്ടുമടക്കും ഉന്നത നാമമേ യേശു എന്നൊരു നാമമേ, യേശു എന്നൊരു നാമമേ, യേശു എന്നൊരു നാമമേ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. അനുഗ്രഹീതമായ നല്ല പ്രഭാഷണങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായി. കർത്താവിന്റെ ദാസൻ ഇവിടെ ഓർപ്പിച്ചതുപോലെ ഈ പ്രസംഗത്തിന്റെയൊക്കെ പുറകിൽ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ചേതോവികാരം, താല്പര്യം എന്തെന്ന് ചോദിച്ചാൽ, മാനവജാതിയെ രക്ഷിപ്പാൻ ഇറങ്ങി വന്ന യേശു ക്രിസ്തു മനുഷ്യ ഹൃദയങ്ങളിൽ പറന്ന് പന്തലിച്ച പാപത്തിന്റെ കനത്ത ശക്തിയിൽ നിന്ന് മദ്യം, മയക്കുമരുന്ന്, കഞ്ചാവ് എന്ന് വേണ്ട ഇന്നത്തെ മാരകരമായ പല ദുർസ്വഭാവങ്ങൾ, കുടുംബങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ദോഷകരമായ വേദനാജനകമായ സംഭവങ്ങൾ, എത്രയോ കുടുംബങ്ങൾ ഡൈവേഴ്സായി മാറിക്കൊണ്ടിരിക്കുന്നു. എണ്ണി പറഞ്ഞാൽ ശാസ്ത്രീയമായും മതപരമായും സാമൂഹ്യമായും ഒക്കെ മനുഷ്യൻ ഉന്നമനത്തിലെത്തിയെങ്കിലും വാസ്തവത്തിൽ അവന്റെ ഹൃദയതലത്തിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ഈ പാപത്തിന്റെ കനത്ത ശക്തി, വരുത്തിവെക്കുന്ന വിലകൾ, ലൈംഗികമായിരിക്കുന്ന തകർച്ചകൾ, എന്തിനേറെ എണ്ണി പറഞ്ഞാൽ എത്രയോ കാര്യങ്ങൾ. ഇതിന്റെ എല്ലാം പിന്നിൽ മനുഷ്യനെ അമർത്തിക്കൊണ്ടിരിക്കുന്ന, തകർത്തുകൊണ്ടിരിക്കുന്ന, ഇല്ലാതാക്കുന്ന മാരകരമായ ദോഷകരമായ അനുഭവത്തിൽ നിന്നൊരു വിടുതൽ. ആ വിടുതലിന് വേണ്ടി കൊതിക്കാത്തവരാരുമില്ല. ഇവിടെ കേട്ടതുപോലെ എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അനുദിനം പത്രവാർത്തകളും മാധ്യമങ്ങളിലൂടെയൊക്കെ ശ്രദ്ധിക്കുന്ന, ഞെട്ടിക്കുന്ന വാർത്തകളെ കാണുമ്പോൾ, കേൾക്കുമ്പോൾ അയ്യോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? സാക്ഷര കേരളം, സുന്ദര കേരളം, അതിന്റെ തിരുമുറ്റമായ കോട്ടയം,
എന്തിനും ഏതിനുമൊക്കെ ഉയർന്നു നിൽക്കുന്ന മനുഷ്യൻ, ഇവിടെ പറഞ്ഞതുപോലെ വളർച്ചയും ഉയർച്ചയും ഒക്കെ പ്രാപിച്ച മനുഷ്യൻ, വീടിനകത്തിരിക്കുന്ന ആ ഒരു ടെലിവിഷൻ ഒന്ന് ട്യൂൺ ചെയ്താൽ മതി, ലോകത്തിന്റെ ഏത് ഭാഗത്ത് നടക്കുന്ന സംഭവങ്ങളും നമ്മുടെ കൺമുൻപിൽ കാണാം. ആരുടെ അടിത്തളം മുതൽ ആകാശത്തിന്റെ ഇറങ്ങി വരെ ശല്യവിഹാരം നടത്തുന്ന മനുഷ്യൻ, നേട്ടങ്ങൾ മുഴുവൻ കരകരമാക്കി അഹങ്കാരത്തോടുകൂടെ ഞാൻ എന്തിന്റെയും നെറുകയിലാണെന്ന് പറഞ്ഞ് മസിൽ പവറും മണിപ്പവറും കാണിച്ച് മുന്നോട്ട് പോകുന്ന മനുഷ്യൻ. പക്ഷേ ജീവിതത്തിൽ അനുദിന സ്വസ്ഥതയില്ലാതെ നിരവധിയായ പ്രതിസന്ധികളുടെ നടുവിലൂടെ എന്തിനേറെ ഒരു ആനയെ നിയന്ത്രിക്കാൻ മനുഷ്യന് കഴിയും, പക്ഷേ അവനെ മതിക്കുന്ന ഒരു കൊച്ചുപീടിയെ നിയന്ത്രിക്കാൻ അവന് കഴിയുന്നില്ല. ഇടത്താനെ വലത്താനെ എന്ന് പറയുമ്പോൾ ആന അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിയും. പക്ഷെ ഇവൻ വലിക്കുന്ന ഗഞ്ചാവിനെയോ ഇവൻ ഉപയോഗിക്കുന്ന മയക്കുമരുന്നിനെയോ ഇവന്റെ സ്വഭാവവൈകല്യങ്ങളെയോ ഒക്കെ നിയന്ത്രിക്കാൻ കഴിയാതെ വാസ്തവത്തിൽ മനുഷ്യൻ ഇന്ന് പാപത്തിന്റെ അടിമയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും ഉന്നതമായ നേട്ടങ്ങളൊക്കെ കരകതമാക്കിയ മനുഷ്യനെ അവന്റെ ദുർസ്വഭാവങ്ങളിൽ നിന്നൊരു മോചനം ഇവിടെ കേട്ടതുപോലെ എവിടെയാണ് ലഭ്യമാകുക? അതിനുവേണ്ടി ഇന്ന് മനുഷ്യൻ പല നിലകളിലുള്ളതായിരിക്കുന്ന മാർഗങ്ങൾ അവലംബിക്കുന്നുണ്ട്. മതങ്ങൾ പലതും പറയുന്നുണ്ട്, നിങ്ങൾ ഇന്നടത്ത് പോയാൽ ഇന്നത് ചെയ്താൽ ഇന്ന ക്രിയകൾ, ശേഷക്രിയകൾ, കർമ്മങ്ങൾ, കർമ്മകാണ്ഡങ്ങളൊക്കെ അതിൻ്റെതായ നിലയിൽ ചെയ്യുവാൻ മനുഷ്യനോട് പറയുന്നെങ്കിലും വാസ്തവത്തിൽ നിലനിൽക്കുന്ന ഒരു സമാധാനമോ വിടുതലോ അതിൽ നിന്ന് പ്രാപിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. എല്ലാ വർഷവും എല്ലാ സീസണിലും എല്ലാ സമയത്തും അത് പിന്നെയും തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷങ്ങളിലും കർമ്മങ്ങളും കർമ്മകാണ്ഡങ്ങളും തീർത്ഥാടനങ്ങളും തീർത്ഥയാത്രകളും ഒക്കെ അനുദിനം മനുഷ്യൻ അനുഷ്ഠൂരം തുടരുമ്പോൾ അവന്റെ ജീവിതത്തിൽ യഥാർത്ഥമായിരിക്കുന്ന ഒരു സമാധാനമുണ്ടോ എന്ന് ചോദിച്ചാൽ ആ പ്രത്യേക സന്ദർഭത്തിൽ വേണമെങ്കിൽ അല്പം മനസാക്ഷിക്ക് ഒരു ആശ്വാസമോ സന്തോഷമോ ഒക്കെ തോന്നി എന്ന് വരാം. എന്നാൽ പിന്നീട് അവന്റെ ജീവിതം തകർച്ചയിലേക്ക് ഒപ്പുകൊത്തുകയാണ്. അല്പസന്തോഷത്തിന് വേണ്ടി ഉരുപ്പത്തടിക്കാൻ കൂട്ടുകാർ കൂടി കല്യാണാഘോഷത്തിൽ പങ്കുചേർന്നതാണ്. പക്ഷേ ഇന്ന് മദ്യമില്ലാതെ ജീവിക്കാൻ കഴിയത്തില്ല. അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരനെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കാപ്പിയല്ല കുടിക്കുന്നത്, മദ്യമാണ്. അവനോട് ചോദിച്ചപ്പോൾ അവൻ പറയുന്നത് ഇങ്ങനെയാണ്: ആദ്യം ഉപയോഗിച്ചത് അല്പസന്തോഷത്തിന് വേണ്ടിയാ. അല്പം ലഹരി അടിച്ചാൽ സുഖമുണ്ട്, ഇതിനകത്ത് എന്തോ ഒരു സുഖമുണ്ടെന്ന് കരുതി കൂട്ടുകാർ കൂടി ആരംഭിച്ചതാ. പക്ഷേ ഇന്നൊരാഗ്രഹമുണ്ട്, വല്ല വിധേന ഇതിൽ നിന്നൊരു മോചനം പ്രാപിക്കണം. പക്ഷെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാലും കൈയും മാറുക, നിൽക്കാൻ കഴിയുന്നില്ല, എഴുന്നേറ്റ് വേണ്ടതുപോലെ നടക്കാൻ കഴിയുന്നില്ല. ഇവനകത്ത് എന്തെങ്കിലേ അല്പം ഒരാശ്വാസം വരൂ. പക്ഷേ അവൻ ഒരു കാര്യം മനസ്സിലായി, അവന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും ഈ മദ്യം കാർന്നു നിന്ന് കഴിഞ്ഞു. ജീവിതത്തിന്റെ പര്യവസാനത്തിലേക്ക്, തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്നത് ഈ മദ്യമാണ് എന്ന് മനസ്സിലാക്കി ഒരു ദിവസം സുവിശേഷം മുഖാന്തരം അവൻ രക്ഷിക്കപ്പെട്ടു. അവൻ യേശുവിനെ അറിഞ്ഞു, അവന്റെ മദ്യപാനം നിർത്തി, അവനൊരു ദൈവവൈതലായി തീർന്നു. എന്നാൽ ഞാൻ പറയട്ടെ, സംഭവിച്ചൊരു സംഭവം, ചില മാസങ്ങൾ ആ നിലയിൽ സന്തോഷത്തോടെ ജീവിച്ച് കുടുംബമായി സന്തോഷിച്ചു. ഒരു ദിവസം പെട്ടെന്ന് ഒരു അസ്വസ്ഥത എനിക്കുണ്ടായി. ആ തലയുടെ പറമ്പിൽ നടന്ന സംഭവമാണ്. മേഴ്സി എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റാക്കി. ഞങ്ങളെല്ലാം അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹം കഴിച്ച മാരകരമായ മയക്കുമരുന്നുകളും മദ്യവും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ശക്തിയായി വ്യാപരിച്ചതിന്റെ ഫലമായി ഇനി ജീവിതം അധികം മുന്നോട്ട് പോകത്തില്ല. അതിൻ്റെതായ തനതായ ശക്തി മുഖാന്തരം അവൻ ഈ ലോകത്തിൽ ചില മണിക്കൂറുകൾക്കകം മാറ്റപ്പെടും എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞത്, അവന്റെ ചെറിയ പ്രായം മുതൽ സന്തോഷത്തിന് വേണ്ടി അവൻ കഴിച്ച മദ്യവും മയക്കുമരുന്നും അവസാനം അവന്റെ ജീവിതത്തെ താഴ്ന്നു നിന്നു. ആ കുടുംബം വേദനാജനകമായി, കുഞ്ഞുങ്ങൾ അനാഥരായി, ഭാര്യ വിധവയായി വേദനിക്കുന്ന ഒരു കുടുംബത്തെ അവൻ പ്രാർത്ഥനയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചാണ് അനുദിനം അവര് ഇന്ന് നന്മയും വിടുതലും ആ തലമുറകളൊക്കെ അനുഭവിക്കുന്നെങ്കിലും അന്ന് അനുഭവിച്ച വ്യതകൾ ഭയങ്കരമാണ്. എന്തിനാണ് ഞാൻ ഈ കാര്യം പറഞ്ഞതെന്ന് ചോദിച്ചാൽ, എന്നെ കേൾക്കുന്ന മാന്യ സഹോദര, മദ്യത്തിനും മയക്കുമരുന്നിനും ഒന്നും നിനക്ക് യഥാർത്ഥ സന്തോഷം തരാൻ കഴിയത്തില്ല. നീ ഓർക്കും നിന്റെ ജീവിതത്തിൽ ഒഴിച്ചോടാൻ നന്മ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സന്തോഷം, ഇതെല്ലാം ഈ മദ്യം
എനിക്ക് തരും, ഈ മയക്കുമരുന്ന് തരും. ഇപ്പോൾ ആയിരിക്കുന്ന നിലവാരത്തിൽ ഏതാണ്ടൊക്കെ ആമേനൊന്ന് അനുഭവിക്കാൻ കഴിയുമെന്നൊക്കെ നീ ചിന്തിക്കുന്ന ഒരാളായിരിക്കാം. പക്ഷെ ഒരു കാര്യം ശക്തമായ ഭാഷയിൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു, ഇത് നിന്റെ ജീവിതത്തെ ആമേൻ മാരകരമായി ബാധിച്ചിട്ട് അവസാനം നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ താഴ്ന്നു നിന്ന് ആമേൻ ഇടയായുസ്സിൽ നിനക്ക് ലഭിക്കേണ്ട ആയുസ് പോലും ലഭിക്കാതെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടി വരും. കഞ്ചാവ് നിന്നെ താഴ്ന്നു നിന്നും, മദ്യം നിന്നെ താഴ്ന്നു നിന്നും, പാപം നിന്നെ താഴ്ന്നു നിന്നും, അവൻ മയക്കുമരുന്ന് നിന്നെ താഴ്ന്നു നിന്നും. അതുകൊണ്ടാണ് പറയുന്നത് ഇതിൽ നിന്നൊരു മോചനം ആവശ്യമുണ്ട്. നമ്മുടെ ഗവൺമെന്റ് പോലും അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയോ ആ സംഘടനകൾ ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ആ ബോധവൽക്കരണ പ്രോഗ്രാമുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഞങ്ങൾ ഇവിടെ കർത്തൃവാസന ഓർപ്പിച്ചതുപോലെ കേവലം പുറമെ ഒരു ബോധവൽക്കരണം നടത്തിയിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാണ് ഇതിന് മാറ്റം വരാത്തത്? ഗവൺമെന്റ് ഇത് പുറമെയൊക്കെ പിടിക്കുന്നുണ്ടെങ്കിലും ആരും കാണാതെ ഒളിമറയത്ത് എത്രയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മദ്യപാനത്തിനും മയക്കുമരുന്നിനുമെതിരെ ഒരു സംഘടനയുടെ പ്രസിഡന്റിനെ പിടിച്ചതായിട്ട് ഞാൻ പേപ്പറിൽ കാണുകയുണ്ടായി. അതിന് എതിരെ നടത്തുന്ന ഒരു സംഘടനയുടെ പ്രസിഡന്റ് മയക്കുമരുന്നിൽ പിടിക്കപ്പെട്ടു. എന്തിനേറെ മദ്യപാനവും മയക്കുമരുന്നും അത് ദോഷം ചെയ്യുമെന്ന് പഠിപ്പിക്കുന്ന ആളുകൾ പോലും മദ്യത്തിനടിമയാണ്. കഴിഞ്ഞ ദിവസം മദ്യപാനത്തിനെതിരെ ഒരു കൂട്ടയോട്ടം സംഘടിപ്പിച്ചത് ഞാൻ വായിക്കുകയുണ്ടായി. അതിനകത്ത് ഒരാൾ പറഞ്ഞത്, ഓടണമെങ്കിൽ ഇച്ചിരി കഴിക്കാതെ ഓടാൻ പറ്റുകയില്ല മാസ്റ്റർ എന്നാ. ഒരു മാസ്റ്റർ അദ്ദേഹത്തോട് ചോദിച്ചു, ഇതിനെ ഈ കൂട്ടയോട്ടത്തിൽ നിങ്ങൾ എങ്ങനെയാ ഓടിയത്? അദ്ദേഹം പറഞ്ഞു, ഒരു ഇച്ചിരി കഴിച്ചെങ്കിൽ ഇത്രയും ദൂരം ഓടാനെത്തുള്ളൂ. അപ്പൊ മദ്യപാനത്തിനെതിരെയാണ് കൂട്ടയോട്ടം, പക്ഷെ കഴിച്ചോണ്ടാണ് ഇവൻ ഓടുന്നത്. എന്തൊരു തിന്മയാ, കഴിച്ചോണ്ട് ഓടുകയാ. മദ്യത്തിനെതിരെ ഓടുന്നെങ്കിലും മദ്യം അകത്ത് ചെല്ലാതെ ഇവന് നിലനിൽപ്പില്ലാത്തതുപോലെ ആയിപ്പോയി. ഒരു കാര്യം ഞങ്ങൾ പറയട്ടെ, മാനവ സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിലകളിലൂടെ മദ്യവും മയക്കുമരുന്നും കഞ്ചാവും പാപത്തിന്റെ പരിണിത ഫലമാണെന്ന് കർത്തൃദാസനങ്ങളെ ഓർപ്പിക്കുകയുണ്ടായി. ദൈവത്തിൽ നിന്ന് അകന്നു പോയതാണ് ഇതിനെല്ലാം കാരണം. ദൈവ സാന്നിധ്യം വിട്ടതാണ്. മനുഷ്യൻ ദോഷത്തിലേക്ക് ഇറങ്ങിപ്പോയത്. നന്മ ചെയ്യുവാനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു. വിശുദ്ധ ബൈബിളിൽ സഭാപ്രസംഗയുടെ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവനോ അനേകം സൂത്രങ്ങളെ കണ്ടുപിടിച്ചു. ദൈവം നേരുള്ളവനായി വേറെ ബാറ്ററി ഉണ്ടാക്കും. ഇപ്പൊ നമ്മൾ വാങ്ങിച്ചേ, പിന്നെ ഇപ്പം മനസ്സിലായി മനുഷ്യ സമൂഹത്തെ കാർന്നു തിന്നുന്ന ഈ മാരകരമായ മഹാവിപത്തിൽ നിന്ന് ഒരു മോചനം മനുഷ്യന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് മോചകനായ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. മനുഷ്യനെ മോചിപ്പിക്കുവാൻ ചരിത്രത്തിൽ ഒരുവൻ ഇറങ്ങി വന്നു. ലോകത്തിൽ ഒത്തിരി മഹാന്മാര് വന്നിട്ടുണ്ട്, ഗുണവാന്മാര് വന്നിട്ടുണ്ട്, തത്വജ്ഞാനികൾ വന്നിട്ടുണ്ട്, ഗുരുക്കന്മാര് വന്നിട്ടുണ്ട്, ആചാര്യന്മാര് വന്നിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ ഒത്തിരി ശ്രേഷ്ഠന്മാർ വന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ പറയട്ടെ, അവർക്കാർക്കും മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. ഒരേ ഒരുവൻ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ചരിത്രത്തിന്റെ നടുവിൽ ഇന്നേക്ക് 2000 പരം വർഷങ്ങൾക്ക് മുൻപ് ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായി തിരിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ നടുവിൽ ഇറങ്ങി വന്ന ചരിത്ര പുരുഷൻ മാനവർഗത്തെ തന്റെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ അവന്റെ ജനനത്തിന് മുമ്പ് തന്നെ 3000 വർഷങ്ങൾക്ക് മുൻപ്, 1500 വർഷങ്ങൾക്ക് മുൻപ്, 750 വർഷങ്ങൾക്ക് മുൻപ് യേശുവിന്റെ ജനനത്തിൽ പ്രവാചകന്മാർ പറഞ്ഞു, അവൻ പാപത്തിൽ നിന്ന് മോചിക്കുവാൻ ഇറങ്ങി വരികയാണ്. ആ കന്യകയാകുന്ന പാത്രത്തിൽ ദൈവത്തിന്റെ വചനമാകുന്ന വിത്ത്
പരിശുദ്ധാത്മാവിൽ പാപം കൂടാതെ പിറന്ന യേശു ക്രിസ്തു പാപമില്ലാതെ ജീവിച്ച് 3.5 വർഷം പരസ്യമായി ശുശ്രൂഷിച്ച് അവസാനം 5 ആ കോടതിയിലും 7 പ്രാവശ്യം മാറി വിസ്തരിക്കപ്പെട്ടവനായി ഏറ്റവും ഒടുവിൽ പീലാത്തോസിന്റെ പ്രീറ്റോറിയം മുതൽ കാലുകളുടെ ഇരുമുകൾ വരെ വീടുമെഴുന്നേറ്റും മാനവജാതിയുടെ പാപം മുഴുവൻ വഹിച്ചുകൊണ്ട് ഒരു തെറ്റും ചെയ്യാത്ത പരിശുദ്ധനായ ദൈവത്തിന്റെ പുത്രൻ ആ ക്രൂശിന്മേൽ പിടഞ്ഞ് മരിച്ചു. ആ ദൈവപുത്രനിലൂടെ മാനവജാതിക്ക് രക്ഷയുണ്ട്. ആ ക്രൂശ് എന്തിനു വേണ്ടിയാണ്? അത് മനുഷ്യ സമൂഹത്തിന്റെ ശാപവും പാപവും വഹിച്ച ക്രൂശാണ്. അത് കേവലം ഒരു രക്തസാക്ഷി മരണമല്ല, കേവലം ഒരു കൊലപാതകമല്ല. യേശുവിന്റെ മരണം പ്രായശ്ചിത്ത മരണമാണ്. എനിക്കും നിനക്കും വേണ്ടിയാണ് യേശു മരിച്ചത്. നിന്റെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ, നിന്റെ രോഗത്തിൽ നിന്ന് സൗഖ്യമാക്കുവാൻ, നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന സഹോദര, ജീവിതത്തിൽ നിരാശയോടുകൂടെ പ്രത്യാശയില്ലാതെ തകർന്ന ഒരു അനുഭവമാണോ നിനക്കുള്ളത്? ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുക. ഈ ഭവനാങ്കണത്തിൽ നിന്നുകൊണ്ട് അല്പസമയം ഒത്തിരി സ്തോത്രം സമയങ്ങളല്ലെങ്കിലും അല്പസമയം കർത്തൃദാസന്മാർ ഈ ശബ്ദവിടെ മുഴക്കിയവർ നിങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടിയാ. നിങ്ങളുടെ മതമോ നിറമോ നിലവാരമോ ഒന്നും ചോദിക്കുന്നില്ല. പീതാംബരനെന്നോ മുഹമ്മദ് എന്നോ അല്ല, ചാക്കോ എന്നോ അല്ല, നിങ്ങളുടെ പേര് എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ മതം എന്തുമായിക്കൊള്ളട്ടെ, അതൊന്നും വിഷയമല്ല. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് കർത്താവേ, ഞാനൊരു പാപിയാണ്, എന്റെ ഉള്ളത്തിലേക്ക് വരണമേ, എന്റെ ജീവിതം ഒന്ന് മാറ്റിമറിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ യേശുവിന്റെ സ്നേഹം നിങ്ങളെ വിടുവിക്കും. ആ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ സ്നേഹത്തോടുകൂടെ ഞങ്ങൾ